ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് പോവാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് ടൈപ്സും ഫോമും പറഞ്ഞു. ഇനി കുറച്ച് അപ്രോച്ചസ് ആണ്. ഇൻഡിസിപ്ലിനറി അപ്രോച്ചസ് എന്ന് പറയും. അതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ടൂറിസം ടേക്സ് ഇൻ പെർട്ടിക്കുലർലി ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി ആൻഡ് അട്രാക്ട് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് സ്ട്രാറ്റ വിത്ത് ഡിസേർവ്സ് എക്കണോമിക്കോ സോഷ്യോ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് thereby behaving in different way and traveling for different purpose. ഈ അപ്രോച്ച് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ടൂറിസം ഡെവലപ്പ് ആവുന്നത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടിലാണ്. ടൂറിസത്തിന് ചിലവർ പ്ലഷർ ട്രിപ്പായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർ അത് ബിസിനസ് മൈൻഡിലൂടെയാണ് കാണുന്നത്. അതായത് ടൂറിസത്തെ നമ്മൾ ഓരോരുത്തരും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്ക് ഓരോ പർപ്പസാണ് ഉണ്ടായിരിക്കുക. ഡിഫറെൻറ്റ് പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ അപ്രോച്ചാണ് സൈക്കോളജിക്കൽ അപ്രോച്ച്. Psychological approach in order to determine an outstanding course of action to promote and market tourism products not only become relevant but it's indeed significant. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനസികപരമായിട്ട് ഒരു ടൂറിസത്തിൻ്റെ അപ്രോച്ച് ചിലവരങ്ങനെ അപ്രോച്ച് ചെയ്യും. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ എവിടേക്കെങ്കിലും അടുത്തൊരു പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യണം. ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്നത് ഊട്ടി പോകുന്നത് മെയിനായിട്ട് നമ്മളെ ഇവിടുത്തെ സാധാരണ ക്ലൈമറ്റിൽ നിന്ന് ചേഞ്ച് ആവുക. പിന്നെ അവിടെ ജസ്റ്റ് നമ്മളൊരു പ്ലഷർ ട്രിപ്പാണ്. നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് മാറിയിട്ട് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് ചില്ലാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ ഒരുക്കി തരേണ്ട ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്രോച്ചസ് അവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ വരുന്ന ആൾക്കാർ ടൂറിസ്റ്റുകൾ എന്ത് ലെവലിലാണ് വരുന്നത്, അവർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അതുപോലെ അവരും നമ്മളെ എക്സ്പ്ലോർ ചെയ്യും. അവർ നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാരെ സൈക്കോളജിക്കൽ അപ്രോച്ച്, അവർ എന്താണ് അവരുടെ പർപ്പസ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അവർ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതാണ് ഫസ്റ്റത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ അപ്രോച്ച് വഴി രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റാണ്. ഈ അപ്രോച്ച് വഴി രണ്ട് രീതിയിലും നമ്മളെ ടൂറിസം വളരാൻ പറ്റും. രണ്ടാമത്തേതാണ് ആന്ത്രോപോളജിക്കൽ അപ്രോച്ച്. നമ്മളെ പൗരാണികതയും അതേപോലെ എങ്ങനെയാണ് നമ്മളെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെങ്ങനെ നരവംശ ശാസ്ത്രം അങ്ങനെ എന്തോ ആണ് ഇതിന് പൗരാണിക ആന്ത്രോപോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ വന്ന വഴിയും നമ്മളെ പൂർവികരെങ്ങനെ ഉണ്ടായി എന്നുള്ളതും, നമ്മൾ ഈ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ അതേമാതിരി മുഗൾ ചക്രവർത്തിമാരുടെ ഭരണം, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാനും നമ്മൾ ഓരോരുത്തരുടെ റെവല്യൂഷൻസ് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂറിസമാണെന്ത് ആന്ത്രോളജിക്കൽ അപ്രോച്ച്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് വരുന്ന ആൾക്കാരുടെ അപ്രോച്ച് മൈൻഡ് എങ്ങനെയായിരിക്കും എന്നുണ്ടെങ്കിൽ, ഈ ആന്ത്രോപോളജിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പൂർവികരെ കാര്യങ്ങളും പറ്റിയിട്ടായിരിക്കും പഠിക്കാനൊക്കെ അവർ വരുന്നത്. അപ്പോൾ അവിടുത്തെ ടൂറിസത്തിന് അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് പൊളിറ്റിക്കൽ സയൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു രാജ്യത്ത് പോകുന്ന സമയത്ത് ഫോർ ഇൻ്റർനാഷണൽ ടൂറിസം പാസ്പോർട്ട് വിസ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഗവൺമെൻറ് ഓഫീസേഴ്സ് എന്ത് ചെയ്യും, ഓരോ സ്റ്റേറ്റ് പൊളിറ്റിക്സൽ പാർട്ടി അവരുടേതായിട്ടുള്ള റൂൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എയർപോർട്ട് അതോറിറ്റീസ് ഉണ്ടാവും. ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ എത്തിപ്പെടുന്ന രാജ്യത്തെ അവിടുത്തെ സാമൂഹികപരമായിട്ടുള്ള വളർച്ചയ്ക്കും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ അടുത്ത് നിന്ന് വിസൻ്റെ ചാർജ് വാങ്ങിക്കുന്നുണ്ട്. ആ വിസ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ആ കൺട്രിക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക പൊളിറ്റിക്കൽ സയൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ആ രാജ്യത്തിന് ബെനിഫിറ്റാണ്, അതുപോലെ നമുക്കും അതൊരു സേഫ്റ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് ലീഗൽ അപ്രോച്ച്. 2-3 ആൾക്കാരല്ല വരുന്നത്, ലോകത്തുള്ള പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ആൾക്കാരാണ് ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ മനുഷ്യർ അത് പാലിച്ച് മുന്നോട്ട് പോകുള്ളൂ. അതായത് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർക്ക് ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ആ അപ്രോച്ചിനെ പറയുന്ന പേരാണ് ലീഗൽ അപ്രോച്ച്. Legal approach also become crucial due to the fact that any industry affecting the life of
quite a large number of people is sure to be governed by certain legislations, law, regulation and legal environment. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ടൂറിസം കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഇനി അടുത്ത അപ്രോച്ചാണ് എന്തെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അപ്രോച്ച്. നമ്മുടെ ടൂറിസത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്ന സമയത്ത് യാത്രകൾ കൂടും, യാത്രാ ഫെസിലിറ്റികൾ മാറ്റം വരും. എയർ ആവാം, അല്ലെങ്കിൽ ഷിപ്പ് വഴി, അതല്ലെങ്കിൽ ബൈ റോഡാവാം. ഏത് രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഒരു സ്ഥലത്ത് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലൈറ്റിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ എക്കണോമിക് ക്ലാസ് ഉണ്ട്, ലോ റേറ്റിൽ ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഒന്നുകൂടിയുള്ള ഫസ്റ്റ് ക്ലാസ്, പിന്നെ ബിസിനസ് ക്ലാസ്, രണ്ടാമത്തെ സെക്ഷനാണ് ബിസിനസ് ക്ലാസ്. ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിനേക്കാളും എക്കണോമിനേക്കാളും കുറച്ചും കൂടി ബെനിഫിറ്റാണ്. എന്നാൽ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്, പ്രൈവസിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അത്ര അങ്ങോട്ട് പ്രൈവസി അല്ല. അതിന് ടോപ്പ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ്. ആ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ക്ലാസ്സിനേക്കാളും ഉയർന്ന സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മളെ പർപ്പസ്, നമ്മൾ വരുന്ന അപ്രോച്ചസിനനുസരിച്ചിട്ട് ആ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ. അതാണ് ട്രാൻസ്പോർട്ടേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇത് ഒരു ജനറലായിട്ടുള്ള ഒരു 5 അപ്രോച്ചസാണ്. ഇത് കൂടാതെ ഇൻഡിവിജ്വലായിട്ട് സ്പെസിഫിക് അപ്രോച്ചസുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതർ അപ്രോച്ചസ് ഓഫ് ടൂറിസത്തിൻ്റെ വേറെ അപ്രോച്ചസ്. അതിൽ ഒന്നാമത്തെ അപ്രോച്ചാണ്, നേരത്തെ പറഞ്ഞതൊക്കെ ഈ അപ്രോച്ചിൽ പെടുത്താട്ടോ. നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഒരു നോട്ടായിട്ട് എഴുതിയാൽ മതി, നോട്ടായിട്ട് സ്വീകരിച്ചാൽ മതി. അതിനപ്പുറത്തുള്ള കറക്റ്റ് അപ്രോച്ചസാണ് ഇനി വരാൻ പോകുന്നത്. പ്രൊഡക്റ്റ് അപ്രോച്ച്. The product approach related to the consideration of different tourism products involved the mode of production, marketing and consumption. അതുമാത്രമല്ല, അതായത് പ്രൊഡക്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഒരു ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ്. ഒരു എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ, ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ബീച്ചിൽ നമ്മൾ ഏതെങ്കിലും ഒരു വില്ലൊക്കെ വാങ്ങി, അതല്ലെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ ഹോട്ടൽ ഫെസിലിറ്റി കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ആ ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ അപ്രോച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെ മാക്സിമം പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ കൊടുക്കും, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. അവർക്ക് ഒരു ടൂറിസ്റ്റിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല ഫെസിലിറ്റി കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ആവും. അങ്ങനെ ഈ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട ഓരോ പ്രൊഡക്റ്റിനെയും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ കണ്ടിട്ട് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ, ആർക്കും പ്രശ്നങ്ങളൊന്നും വരുത്താത്ത രീതിയിൽ, പ്രോഫിറ്റബിളായ രീതിയിൽ കൊണ്ടുപോകുന്ന അപ്രോച്ചാണ് എന്ത്, പ്രൊഡക്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ അപ്രോച്ചാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. നമ്മളിപ്പോൾ വെറൈറ്റി ഒരു രാജ്യത്തു നിന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ യാത്രേൻ്റെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വിസ വേണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ട്രാവൽ ഏജൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ അപ്രോച്ചസിന് പറഞ്ഞ പേരാണിത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. This is the key approach to the study of tourism and mainly takes into consideration the various organizations or institutions and intermediaries such as tourist operators and travel agencies associated with the tourism activities. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ഏരിയയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന സ്ഥലം ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ അടുത്തൊരു ഗൈഡ് ഉണ്ടായിരിക്കും. ഈ ഗൈഡിനെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ അവർ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിലും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് പറഞ്ഞു തരും. ഈ ഒരു അപ്രോച്ചാണ് എന്ത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ആദ്യം പറഞ്ഞു പ്രൊഡക്റ്റ് അപ്രോച്ച്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാക്സിമം എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ്. ഇനി മൂന്നാമതാണ് മാനേജറിയൽ അപ്രോച്ച്. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയൊക്കെയാണോ ബിസിനസ് വളരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ നല്ല രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ബിസിനസ് എന്നല്ല, ഇൻകം കിട്ടുന്ന ഏത് സോഴ്സിലും അത് മാനേജ് ചെയ്യാൻ ആൾക്കാർ വേണം. 1-2 ആൾക്കാരല്ല വരുന്നത്, 1-ൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പ്ലാനിങ് ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതിന് കുറേ മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് വേണം. ഈ അപ്രോച്ചസ് തന്നെ പറഞ്ഞ പേരാണിത് മാനേജറിയൽ അപ്രോച്ച്. The approach being enterprise or firm oriented is basically microeconomic in nature.
It is concentrate on the management activities such as planning, research, pricing, marketing, controlling, etc. Vital to the operations of the tourist establishment. ടൂറിസം നല്ല രീതിയിൽ ഡെവലപ്പ് ആവണം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മാനേജീരിയൽ അപ്രോച്ച് നിർബന്ധമാണ്. കാരണം മാനേജീരിയൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പ്രൊഡക്റ്റിനെ സെല് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല സർവീസസ് ക്വാളിറ്റിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജീരിയൽ എക്സ്പേർട്സ് വേണം, മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് വേണം. അത് മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ. ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ടൂറിസം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു അപ്രോച്ച് വേണം. നെക്സ്റ്റ് വരുന്നതാണ് ജിയോഗ്രഫിക്കൽ അപ്രോച്ച്. The approach is relatively wider as well as the popular because the tourism has to do with geography at so many points, namely location, climate, landscape, environment and physical as well as the economic impact. നമ്മൾ ജിയോഗ്രഫിക്കൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസം ആക്ടിവിറ്റി ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ആ ടൂറിസത്തെ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജിയോഗ്രഫി നന്നായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ജിയോഗ്രഫി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവിടുത്തെ ലൊക്കേഷൻ ആവും, അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് ആവും, അവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആവും, അതും അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെൻ്റ് ആവും, അതും അല്ലെങ്കിൽ അവിടുത്തെ ഫിസിക്കൽ ഘടന, കമ്പനി അല്ലെങ്കിൽ കമ്പനിയല്ല, ആ ഒരു ഏരിയയിൽ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യണ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം എഫിഷ്യൻ്റായിട്ടുള്ള രീതിയിൽ വരുന്നവർക്കെല്ലാം അത് കാണാനും അതൊരിക്കലും ഡിസ്ട്രോയ് ചെയ്യാതെ നശിപ്പിക്കാതെ നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണെന്ത്, ജിയോഗ്രഫിക്കൽ അപ്രോച്ച്. ഈ ജിയോഗ്രഫിക്കൽ അപ്രോച്ച് ഉള്ളത് കൊണ്ടാണ് കേരളത്തെ പോലത്തെ ഒരു സ്ഥലത്ത് ടൂറിസം ഇത്രയും ഡെവലപ്പ് ആവുന്നത്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മളെ ഇവിടുത്തെ ക്ലൈമറ്റും ഭൂപ്രകൃതിയും ഹൗസ് ബോട്ട് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി നമ്മളെ നാട്ടിലുണ്ട്. ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്രോച്ച് ജിയോഗ്രഫിക്കൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ, ആ പ്ലേസൊക്കെ അട്രാക്റ്റ് ആവുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ അപ്രോച്ച്. ഓക്കെ, അഞ്ചാമത്തെ അപ്രോച്ചാണ് സോഷ്യൽ അപ്രോച്ച്. ടൂറിസം ടെൻസ് ടു ബി എ സോഷ്യൽ ആക്ടിവിറ്റി ബീയിങ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്, ഹോസ്റ്റ്സ് ആൻഡ് ഗസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു അമേരിക്കയിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് നമ്മളെ നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് ഹോസ്റ്റ്, എന്നാൽ ആ വരുന്ന അമേരിക്കക്കാരനാണെന്ത്, ഗസ്റ്റ്. ഈ അപ്രോച്ച് സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ ടൂറിസം ഹാബിറ്റ് കൊണ്ട്, ടൂറിസത്തിൻ്റെ വളർച്ച കൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ട്, അതേമാതിരി ദോഷങ്ങളുണ്ട്. നമുക്ക് വെസ്റ്റേൺ കൾച്ചറും കാര്യങ്ങളൊക്കെ നമ്മളെ കൾച്ചറിലോട്ട് വരും. അപ്പോൾ ദിസ് അപ്രോച്ച് സ്റ്റഡി ദ സോഷ്യൽ ക്ലാസസ്, ഹാബിറ്റ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് ബോത്ത് ദ ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് ഇൻ ദ ടേംസ് ഓഫ് ടൂറിസം ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഈ സോഷ്യോളജിക്കൽ അപ്രോച്ച് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ നല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല കൾച്ചറും നല്ല സ്വഭാവവും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ ചീത്ത സ്വഭാവവും കാര്യങ്ങളും ഉണ്ട്. ഈ വരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഈ ടൂറിസം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്ന ആളെന്ത്, അവരെ ചില നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, നമുക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ആ അപ്രോച്ചാണ് എന്ത്, സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ കൾച്ചർ, നല്ല കൾച്ചർ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത്, ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ടൂറിസ്റ്റുകൾ നമ്മുടെ അടുത്ത് നിന്ന് ആ കൾച്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പഠിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി വരുന്ന അടുത്ത അപ്രോച്ചാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. As in the majority of social activities, tourism can be thoroughly perceived by making out of happening and occurrence of studying the changes in the type between the prime element of the destination system over the years which worked around to present day position. കാലത്തിൻ്റെ മാറ്റം കൊണ്ട് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ആ നാട് അല്ലെങ്കിൽ ആ ഒരു ടൂറിസം ഡെസ്റ്റിനേഷന് എങ്ങനെയാണ് ആയത്, എങ്ങനെയാണ് ഇങ്ങനെ രൂപാന്തരപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ആ രീതിയിൽ നമ്മുടെ ടൂറിസത്തെ ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രത്യേകതകളും അവിടുത്തെ മുൻകാലത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കാലങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ പണ്ട്, ഇപ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂറിസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ആ രീതിയിൽ ഒരു ടൂറിസ്റ്റ് നമ്മളെ പ്ലേസിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ പണ്ടത്തെ രാജഭരണവും അതേപോലെ കോട്ടകളും പഴയ യുദ്ധമുറകളും
സൈനികരും കാര്യങ്ങളും അവരെ ഫെസിലിറ്റിയും നമ്മളെ ഹിസ്റ്ററി ഇപ്പോൾ കഴിഞ്ഞു പോയ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ പറ്റിയിട്ടും അതല്ലെങ്കിൽ അവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ട് പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ ചേഞ്ചസും കാര്യങ്ങളും ആ രീതിയിലാണ് ടൂറിസത്തെ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. നെക്സ്റ്റ് വരുന്നതാണ് ഇക്കണോമിക് അപ്രോച്ച്. എല്ലാവർക്കും അറിയാം ഫിനാൻസ് ഫണ്ട് എന്നുള്ളത് ടൂറിസത്തിൽ ഒരു രാജ്യത്തെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ത് ഫണ്ട്. നമ്മളെ കേരളത്തെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിളാണ് വിദേശ രാജ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നല്ല രീതിയിൽ നമ്മുടെ നാടിൻ്റെ എക്കോണമി വളരാൻ പറ്റും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ദുബായ് പോലത്തെ സിറ്റിയിൽ ടൂറിസ്റ്റ് പ്ലേസ് വിസ അടിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് പൈസ കൊടുക്കണം. അവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് അവിടെ ഹോട്ടലുകളിൽ പൈസ ചിലവാകും. ഇതിനെല്ലാം വരുമാനം കിട്ടുന്ന ആ രാജ്യത്താണ്. നമ്മളെ രാജ്യത്തേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ടൂറിസത്തെ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. നമ്മളെ നാട് തന്നെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പാവും. ഫ്രം ആൻ എക്കണോമിക് പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ടൂറിസ്റ്റ് എക്സ്പെൻഡിച്ചർ വിത്തിൻ ദ ബൗണ്ട് ഓഫ് എ നേഷൻ ഓർ എ പൊളിറ്റിക്കൽ subdivision or a transportation centered economic area of adjoining state or nations. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇത്രയേ ഉള്ളൂ. ഒരു ടൂറിസം ഡെവലപ്പ് ആവുന്നത് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. നല്ല രീതിയിൽ ടൂറിസ്റ്റിനെ നമ്മളെ ഗസ്റ്റിനെ സ്വീകരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഗസ്റ്റ് വരുള്ളൂ. അവർക്ക് വേണ്ട സേഫ്റ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എല്ലാ ഫെസിലിറ്റീസും വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, അവർക്ക് താമസിക്കാനുള്ള ഹോട്ടലുകൾ, എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. സ്വാഭാവികമായിട്ടും ആ ഡെസ്റ്റിനേഷൻ, ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ അതോടുകൂടി ഡെവലപ്പാവും. റോഡ്, അതേമാതിരി വാട്ടർ ഫെസിലിറ്റി, ആ ഒരു ഏരിയയ്ക്ക് എന്തൊക്കെ ഫെസിലിറ്റിയാണോ ആവശ്യമുള്ളത് അതെല്ലാം ഡെവലപ്പാവും. അതിനുള്ള ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളാണ്. അതാണ് എക്കണോമിക് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് മേജറായിട്ട് പറയുന്ന 7 ടൈപ്പ് അപ്രോച്ചുകൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് കുറച്ച് ലെങ്തിയാണ്. ഇനി ഒരു ചെറിയൊരു പോർഷൻ കൂടി എടുക്കാനുള്ളൂ. അതോട് കൂടിയിട്ട് നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.